എന്റെ ആദ്യത്തെ ചോദ്യം, ആരാണ് ചാർലി കിർക്ക്? എന്തിനാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കൊന്നത്? ചാർലി കിർക്ക് എന്ന് പറയുന്ന ആള് ഒരു ഓൺലൈൻ ആക്ടിവിസ്റ്റ് എന്നാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രൂവ് മീ റോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ഡിബേറ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അദ്ദേഹം ലിബറൽ പോയിന്റ് ഓഫ് വ്യൂവിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. കൺസർവേറ്റീവ് ലൈനിന്റെ ഒരു വോക്കൽ അഡ്വക്കേറ്റ് എന്നായിരുന്നു ചാർലി കിർക്ക്. അദ്ദേഹത്തിന് 31 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളും ഷോയും ഒക്കെ ഇടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ട്രംപ് ആദ്യ വട്ടം അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ട്രംപിന്റെ കൂടെ ഒരു അനുയായിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അന്നേ അദ്ദേഹം തീരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1993 ഒക്ടോബർ 14 ഇലിനോയിലെ ആർലിംഗ്ടൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അമ്മ ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആയിരുന്നു. അച്ഛൻ ഒരു ആർക്കിടെക്ട് ആയിട്ട് ജോലി ചെയ്യുന്ന. ഹൈസ്കൂളിലായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആക്ടിവിസം തുടങ്ങിയെന്നാണ് അദ്ദേഹത്തിന്റെ നമുക്ക് ബയോഗ്രഫി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അദ്ദേഹം വളരെ വോക്കലായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റുഡന്റ് കൺസർവേറ്റീവ് ആക്ടിവിസത്തിന്റെ ഒരു ഫേസ് ആയി അദ്ദേഹം മാറുന്നതാണ് പിന്നീട് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഏകദേശം 3.98 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ചാർലി കിർക്ക് ഷോ എന്നുള്ള ഷോയിൽ. അതിൽ പല സെലിബ്രിറ്റീസും കൺസർവേറ്റീവ് പക്ഷത്തു നിന്നുള്ള പല സെലിബ്രിറ്റീസും അതിൽ വരാറുണ്ട്.